അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 6ാമത്തെ പാഠം മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന പാഠം അർത്ഥം വെച്ച് ഇൻഷാ അല്ലാഹ് അതിൻ്റെ തദ്രീബാത്തും കൂടെ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യനാളിൽ 3 ആളുകളെ കൊണ്ടുവരും. അല്ലാഹു തആല അവരോട് ചോദിക്കും, നിങ്ങൾ ദുനിയാവിൽ വെച്ച് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു? അല്ലാഹു തആല 3 ആളുകളെ കൊണ്ടുവരും. അന്ത്യനാളിൽ 3 ആളുകളെ കൊണ്ടുവരും. അല്ലാഹു തആല അവരോട് ചോദിക്കും, നിങ്ങൾ ദുനിയാവിൽ വെച്ച് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു? ആദ്യം വിചാരണയ്ക്ക് വിധേയനാകുന്ന ആൾ പറയും, റബ്ബേ, ഞാൻ നിൻ്റെ പ്രീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തു രക്തസാക്ഷിയായി. അപ്പോൾ അല്ലാഹു തആല പറയും, കളവാണ് നീ പറഞ്ഞത്. നീ യുദ്ധം ചെയ്തത് ആളുകൾ നിന്നെക്കുറിച്ച് ധീരൻ എന്ന് പറയാൻ വേണ്ടിയാണ്. അവർ അങ്ങനെ പറയുകയും ചെയ്തു. അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തആല കൽപ്പിക്കും. മലക്കുകൾ അയാളെ നരകത്തിലേക്ക് എറിയും. അപ്പോൾ 1ാമത്തെ ആളായിട്ട് വിചാരണ ചെയ്യുന്ന ആൾ പറയുന്നത് എന്താ? ഞാൻ നിൻ്റെ പ്രീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തു രക്തസാക്ഷിയായി. യുദ്ധം ചെയ്തിട്ട് ഞാൻ എന്തായിട്ടുണ്ട്? രക്തസാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു തആല പറയാ, നീ പറഞ്ഞത് കളവാണ്. നീ യുദ്ധം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാ? ആളുകൾ നിന്നെക്കുറിച്ച് ധീരൻ എന്ന് പറയാൻ വേണ്ടിയാണ്. നീ നല്ല ധീരനാണ്, നല്ല ധൈര്യശാലിയാണ് എന്നൊക്കെ ജനങ്ങൾ, നല്ല യുദ്ധം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നീ എന്ത് ചെയ്തത്? യുദ്ധം ചെയ്തത്. ജനങ്ങൾ ആ വിഷയങ്ങളൊക്കെ അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ അങ്ങനെ പറയുകയും ചെയ്തു പറഞ്ഞാൽ ജനങ്ങൾ ആ വിഷയങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മലക്കുകളോട് എന്ത് ചെയ്യാണ്? നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയാണ്. തുടർന്ന് അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയെ വിചാരണ ചെയ്യും. എങ്ങനെ? അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തി, അപ്പോൾ ഒരു പണ്ഡിതനെ, ഒരു ആലിമിനെയാണ് പിന്നീട് വിചാരണ ചെയ്യുന്നത്. അല്ലാഹു തആല ചോദിക്കും, നീ പഠിച്ചതനുസരിച്ച് എന്താണ് ചെയ്തത്? അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മനുഷ്യനോട് ചോദിക്കുകയാണ്, നീ അറിവ് പഠിച്ചതനുസരിച്ച് എന്താണ് ചെയ്തത്? അയാൾ പറയും, ഞാൻ നിൻ്റെ പ്രീതിക്ക് വേണ്ടി അറിവ് പഠിപ്പിച്ചു, ഖുർആൻ പാരായണം ചെയ്തു. നിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? അറിവ് പഠിച്ചു. ആ അറിവ് ഞാൻ പഠിപ്പിച്ചു, ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തു. അല്ലാഹു തആല അയാളോട് പറയാണ്, അല്ലാഹു തആല പറയും, നീ പറഞ്ഞത് കളവാണ്. നീ ഇൽമു പഠിച്ചു, ഇൽമു പഠിപ്പിച്ചു, ധാരാളം ഖുർആനും പാരായണം ചെയ്തു, ശരി തന്നെയാണ്. പക്ഷെ നീ പറഞ്ഞത് കളയാണ്. നീ പണ്ഡിതനാണെന്നും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെന്നും ജനങ്ങൾ പറയാനാണ് നീ ഇതെല്ലാം ചെയ്തത്. എങ്ങനെ? നീ ഇൽമു പഠിച്ചതും ഇൽമു പഠിപ്പിച്ചതും എന്തിനു വേണ്ടിയിട്ടാണ്? നീ പണ്ഡിതനാണെന്ന്, ഞാൻ വലിയൊരു ഉസ്താദാണെന്ന് ജനങ്ങളിങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീ ഇൽമു പഠിച്ചതും ഇൽമു പഠിപ്പിച്ചതും. അതുപോലെ തന്നെ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെന്ന്, നീ ധാരാളം ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ നീ ഖുർആൻ പാരായണം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? നിന്നെക്കുറിച്ച് കാണുന്നവൻ നിന്നെക്കുറിച്ച് എന്ത് പറയണം? അദ്ദേഹം നല്ല ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യനാണ് എന്ന് ജനങ്ങൾ പറയണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നീ ഖുർആൻ പാരായണം ചെയ്തത്. അങ്ങനെ അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹു തആല കൽപ്പിക്കും. 3ാമതൊരാളെ വിചാരണ ചെയ്യും. അല്ലാഹു തആല ധനം നൽകിയ വ്യക്തിയാണ് അയാൾ. 3ാമതായിട്ട് അല്ലാഹു തആല വിചാരണ ചെയ്യുന്ന ആരെയാണ്? ധാരാളം സമ്പത്ത് നൽകിയ ആളെയാണ് വിചാരണ ചെയ്യുന്നത്. അല്ലാഹു തആല ചോദിക്കും, നിനക്ക് നൽകിയ ധനം നീ എന്ത് ചെയ്തു? നിനക്ക് ഞാൻ സമ്പത്ത് നൽകിയില്ലേ, അത് നീ എന്ത് ചെയ്തു? അയാൾ പറയും, നിനക്കിഷ്ടപ്പെട്ട എല്ലാ മാർഗത്തിലും നിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. നിനക്കിഷ്ടപ്പെട്ട എല്ലാ മാർഗത്തിലും നിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. അല്ലാഹു തആല പറയും, കളവ്, നീ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ ചെലവഴിച്ചത്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയും. ധാരാളം സമ്പത്തുണ്ട് അയാളെ കയ്യിൽ. അയാൾ ധാരാളം അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് ദാനമായിട്ടും സദഖയായിട്ടും പാവങ്ങളെ സഹായിച്ചിട്ടും പള്ളി നിർമ്മാണത്തിലും മദ്രസ നിർമ്മാണങ്ങളിലും എല്ലാത്തിനും അദ്ദേഹം സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത എന്തായിപ്പോയി? ഉദ്ദേശം എന്തായിപ്പോയി? നല്ല ധർമ്മിഷ്ഠനാണ്, ആചാര്യ നല്ല ഉസാറാണ്, ആ കാക്ക നല്ല ധർമ്മം ചെയ്യുന്ന മനുഷ്യനാണ് എന്നിങ്ങനെ ജനങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നീ ചെയ്തത്. നീ ധർമ്മം ചെയ്തൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ്. അത് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? അല്ലാഹു തആല അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയും. അല്ലാഹു തആല പറയും മലക്കുകളോട് അദ്ദേഹത്തെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ. അങ്ങനെ അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ഈ 3 വ്യക്തികളുടെയും ഇബാദത്തിന് എന്താണ് സംഭവിച്ചത്? 3 വ്യക്തികൾ പറഞ്ഞു. 1ാമത്തെ ദീനിന് വേണ്ടി പോരാടി യുദ്ധം ചെയ്ത മനുഷ്യൻ, 2ാമത് അറിവ് പഠിപ്പിച്ചു ഖുർആൻ പാരായണം ചെയ്ത മനുഷ്യൻ, 3ാമത്തെ അല്ലാഹു തആല സമ്പത്ത് നൽകി, ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു എന്ന് പറയുന്ന മനുഷ്യൻ.
ഈ 3 വിഭാഗം ആളുകൾക്കും എന്താണ് സംഭവിച്ചത്? അവരുടെ ഇബാദത്തിൽ ഇഖ്ലാസ് ഇല്ലായിരുന്നു. ആത്മാർത്ഥത എന്ന് പറയുന്ന ഇഖ്ലാസ് എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ ഇബാദത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. അല്ലാഹു തആലയുടെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യലാണ് ഇഖ്ലാസ്. അല്ലാഹു തആലയുടെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യലാണ് ഇഖ്ലാസ്. നിസ്കരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ മറ്റു നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയാകരുത് നമ്മുടെ ഇബാദത്ത്, നമ്മുടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. നിസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയായിരിക്കണം? അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത്, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്നൊരു ചിന്തയോടുകൂടെ ആയിരിക്കണം നാം നിസ്കരിക്കേണ്ടത്. ഉസ്താദുമാർ പറഞ്ഞതിൻ്റെ പേരിലോ മാതാപിതാക്കൾ പറഞ്ഞതിൻ്റെ പേരിലോ അല്ല നിസ്കരിക്കേണ്ടത്. അതല്ലെങ്കിൽ ആരെങ്കിലും കാണുന്ന സമയത്ത് നിസ്കാരത്തിൽ നല്ല ഇഖ്ലാസ്, ആരെങ്കിലും കാണുന്നില്ലേ ഭയങ്കര സ്പീഡിൽ ഏത് കർമ്മങ്ങളാണെങ്കിലും അത് സ്പീഡിലായിട്ടും വേഗത്തിലായിട്ടും ചെയ്യുന്ന ഒരവസ്ഥ, ഇങ്ങനെ ഒന്നും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. ഏത് അമലുകൾ ചെയ്യുകയാണെങ്കിലും അല്ലാഹു തആലയുടെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ചെയ്യുക, എന്നാലേ ആ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിൽ കബീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. നീ ഇഖ്ലാസ് ഉള്ളവനാവുക. നീ ആരാവുക? നല്ല ആത്മാർത്ഥതല്ല, നിഷ്കളങ്കനായ മനുഷ്യനാവുക. നീ ഇഖ്ലാസ് ഉള്ളവനാവുക. ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിൻ്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാധന ചെയ്യുന്നതിൽ നിൻ്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഇഖ്ലാസ് എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇബാദത്തുകൾ സമ്പൂർണ്ണമാവുകയുള്ളൂ. ഏത് അമല് സ്വീകരിക്കപ്പെടണമെങ്കിലും ആ അമല് സമ്പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇഖ്ലാസ് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏതൊരു കർമ്മവും സ്വീകാര്യമാവുന്നത് നീയത്ത് പരിഗണിച്ചാണ്. അവൻ്റെ നീയത്ത് എന്താണോ അത് പരിഗണിച്ചാണ് ഏതൊരു കർമ്മവും അല്ലാഹു തആല സ്വീകരിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖ്റ വനഫും വായിച്ച് മനസ്സിലാക്കാൻ, അമലുൻ കർമ്മം, ഇലാഹ് ആരാധ്യൻ, ഇഖ്ലാസ് ആത്മാർത്ഥത, ഖറഅ പാരായണം ചെയ്തു, ഖാത്തല യുദ്ധം ചെയ്തു, നാറ് നരകം, തഖർറുബ് സാമീപ്യം, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കൃത്യമായിട്ട് വായിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ നുബയ്യന സിയാഖ്, സന്ദർഭം വിവരിക്കാനാണ്. ആരോട് എപ്പോൾ പറഞ്ഞു അതാണ് നമുക്ക് കൊടുക്കേണ്ടത്. നീ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാനാണ് നീ ധനം ചെലവഴിച്ചത്. അതേതാണ് ആ സന്ദർഭം? സമ്പത്ത് നൽകി അനുഗ്രഹിച്ച ഒരാളെ അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടും. അയാളോട് അള്ളാഹു ചോദിക്കും, നിനക്ക് നൽകിയ ധനം നീ എന്ത് ചെയ്തു? അയാൾ പറയും, നിനക്കിഷ്ടപ്പെട്ട എല്ലാ മാർഗത്തിലും നിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. അപ്പോൾ അള്ളാഹു തആല പറയും, നീ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാനാണ് നീ ധനം ചെലവഴിച്ചത് എന്ന്. ഇനി നുത്തർജിമു ഇലൽ അറബി, അറബിയിലാക്കാനാണ്. കർമ്മത്തിനെന്താ അറബി പറയാം? അമൽ എന്ന് പറയും. അടുത്ത ഉദ്ദേശം ഇറാദത്ത് എന്ന് പറയും. അടുത്ത രക്തസാക്ഷി ഷഹീദ് എന്ന് പറയും അറബിയിൽ. ഇനി നുത്തർജിമു ഇലാ ലുഗത്തിന, നമ്മുടെ ഭാഷയിലേക്ക് ആക്കാനാണ് ഷുജാഅ് എന്ന് പറഞ്ഞാൽ ധീരൻ, തഖറബ എന്ന സാമീപ്യം, ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാധന. ഇനി അടുത്തത് അതിൽ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എന്താ അറബി? ആലിമ്, പണക്കാര്, ഖനിയ്. അടുത്തത് തഅല്ലമ, അതിൻ്റെ അർത്ഥമാണ് എഴുതേണ്ടത്, പഠിച്ചു. ഖറഅ പാരായണം ചെയ്തു. നാലാമത്തെ നംലഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഒന്ന്, ഞാൻ നിനക്ക് വേണ്ടി ഡാഷ് രക്തസാക്ഷി പറയും. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു, രക്തസാക്ഷി യുദ്ധം ചെയ്തു എന്ന് രക്തസാക്ഷി പറയും. രണ്ട്, അള്ളാഹുവിൻ്റെ ഡാഷ് മാത്രം ആഗ്രഹിച്ച് അമൽ ചെയ്യലാണ് ഇഖ്ലാസ്. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് അമൽ ചെയ്യലാണ് ഇഖ്ലാസ്. മൂന്ന്, ഇഖ്ലാസ് ഇല്ലാതെ ഡാഷ് സമ്പൂർണ്ണമാവുകയില്ല, ഇബാദത്തുകൾ സമ്പൂർണ്ണമാവുകയില്ല. നാല്, ഏതൊരു കർമ്മങ്ങളും സ്വീകാര്യമാവുന്നത് ഡാഷ് പരിഗണിച്ചാണ്. എന്ത് പരിഗണിച്ചാണ്? ഇഖ്ലാസ് പരിഗണിച്ചാണ്. ഇനി അടുത്തത് നുഇദ് ഫിഖ്റ, ഗണ്ണിക എഴുതാനാണ്. അന്ത്യനാളിൽ വിചാരണയ്ക്ക് വിധേയരാകുന്ന 3 പേരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞു? അപ്പോൾ നമ്മുടെ പാഠത്തിലുള്ള സംഭവങ്ങളാണ് ചുരുക്കി എഴുതുക എന്നുള്ളതാണ്. അന്ത്യനാളിൽ 3 ആളുകളെ കൊണ്ടുവരപ്പെടും. അവരോട് അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾ ദുന്യാവിൽ വെച്ച് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു? ആദ്യം വിചാരണയ്ക്ക് വിധേയനായവൻ പറയും, ഞാൻ നിൻ്റെ പ്രീതിക്ക് വേണ്ടി
യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായി. അല്ലാഹു തആല പറയും, കളവാണ് നീ പറഞ്ഞത്, നീ യുദ്ധം ചെയ്തത് ആളുകൾ നിന്നെക്കുറിച്ച് ധീരനെന്ന് പറയാൻ വേണ്ടിയാണ്. അവർ അങ്ങനെ പറയുകയും ചെയ്തു. മലക്കുകൾ അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയും. തുടർന്ന് അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയെ വിചാരണ ചെയ്യും. അല്ലാഹു തആല ചോദിക്കും, നീ പഠിച്ചതനുസരിച്ച് എന്ത് ചെയ്തു? അയാൾ പറയും, ഞാൻ നിന്റെ പ്രീതിക്ക് വേണ്ടി അറിവ് പഠിപ്പിച്ചു, ഖുർആൻ പാരായണം ചെയ്തു. അള്ളാഹു പറയും, നീ പറഞ്ഞത് കളവാണ്, നീ പണ്ഡിതനാണെന്നും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെന്നും ജനങ്ങൾ പറയാനാണ് നീ ഇതെല്ലാം ചെയ്തത്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയാൻ അള്ളാഹു കൽപ്പിക്കും. മൂന്നാമതൊരാളെ അള്ളാഹു വിചാരണ ചെയ്യും. അള്ളാഹു ധനം നൽകിയ വ്യക്തിയാണ് അയാൾ. നിനക്ക് നൽകിയ ധനം നീ എന്ത് ചെയ്തു? അയാൾ പറയും, നിനക്കിഷ്ടപ്പെട്ട എല്ലാ മാർഗത്തിലും നിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. അള്ളാഹു പറയും, നീ പറഞ്ഞത് കളവാണ്, നീ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ ചെലവഴിച്ചത്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇനി അടുത്തത്, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ലാ തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ എന്ന വാക്യം വികസിപ്പിച്ച് എഴുതുക. ഒരുപാട് വികസിപ്പിച്ച് എഴുതാൻ പറ്റിയ ഒരു വരിയാണിത്. ഇൻഷാ അല്ലാഹ് ചെറിയ രൂപത്തിൽ, കുറഞ്ഞ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. ആരാധന ചെയ്യുന്നതിലൂടെ നിന്റെ സംരക്ഷകനായ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നതാണ് ഇഖ്ലാസ്. നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇബാദത്തുകൾ സമ്പൂർണ്ണമാവുകയുള്ളൂ. നമ്മുടെ റബ്ബാകുന്ന അള്ളാഹുവിനോടുള്ള നമ്മുടെ സാമീപ്യം വളരെ ആത്മാർത്ഥത ഉള്ളതായിരിക്കണം. അതിൽ നടനമോ കാപഢ്യമോ ഉണ്ടാകരുത്. അള്ളാഹുവിനോട് അടുക്കുകയാണ്, അള്ളാഹുവിലേക്ക് മുന്നിടുകയാണ് എന്ന് പുറത്ത് പ്രദർശിപ്പിക്കുകയും അകത്ത് അങ്ങനെയൊന്നുമില്ലാത്ത ഒരു മനസ്ഥിതിയിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഇഖ്ലാസ് ഇല്ലാതാകുന്നത്. അള്ളാഹുവിനോടുള്ള സാമീപ്യത്തിൽ കളങ്കമില്ലാത്തവരാകണം നമ്മൾ. കാരണം നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അവയിൽ ഒന്നിലും അവൻ കളങ്കം ചേർത്തിട്ടില്ല. എന്നാൽ ഇഖ്ലാസ് ഇല്ലാതെ, ആത്മാർത്ഥത ഇല്ലാതെ അവനൊന്നും നമുക്ക് ചെയ്തു തന്നിട്ടില്ല. നമ്മുടെ സൃഷ്ടിപ്പ് അവൻ നല്ല രൂപത്തിലാക്കി, നമ്മുടെ ശരീരം വളരെ പുഷ്ടിയുള്ളതാക്കി, നല്ല ആരോഗ്യം അവൻ നമുക്ക് നൽകി. ഇതെല്ലാം അള്ളാഹു നമ്മോട് കാണിച്ച നിഷ്കളങ്കമായ കാരുണ്യമാണ്, ആത്മാർത്ഥമായ കാരുണ്യമാണ്. അപ്പോൾ നാം അള്ളാഹുവിൻ്റെ സാമീപ്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ആരാധന കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഏതൊരു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നാം റബ്ബിനെ കാണുന്നില്ലെങ്കിലും റബ്ബ് നമ്മെ കാണുന്നുണ്ട് എന്ന ഒരു ബോധത്തോടെ കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഖ്ലാസും തഖ്വയും വർദ്ധിക്കും. ഇനി അതിൽ രണ്ടാമത്തത് ഹിദായത്തുൽ അദ്കിയ എന്ന കൃതി. ഹിദായത്തുൽ അദ്കിയ എന്ന കൃതിയുടെ രചയിതാവ് സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ കബീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് വിശാലമായ ചരിത്രത്തിനുടമയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് ഹ്രസ്വമായിട്ട് വളരെ വളരെ ചുരുക്കി എഴുതിയതാണ്. ഇതിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന് വേണ്ടി പോരാടിയ വിഷയങ്ങളൊന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് കുട്ടികളതൊക്കെ ഉസ്താദുമാരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കണം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ചെറിയ രൂപത്തിൽ നോക്കാം. 500 വർഷങ്ങൾക്കപ്പുറം ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ കഴിഞ്ഞിരുന്ന മലബാർ മുസ്ലിം ജനതയെ ആത്മീയതയുടെ ഉന്നതിയിലെത്തിച്ച് മുസ്ലിം ജനങ്ങൾക്ക് ശക്തി പകരുകയായിരുന്നു മഖ്ദൂം റളിയല്ലാഹു അൻഹു. മഖ്ദൂം കബീർ എന്നറിയപ്പെടുന്ന സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ഹിജ്റ 871 ശഅബാൻ 12 കൊച്ചിയിലാണ് ജനിച്ചത്. ആദ്യകാല പിതാമഹന്മാരായ മഖ്ദൂമുമാരെല്ലാം ഇവിടെ തന്നെ മറവിട്ട് കിടക്കുന്നു, അതായത് കൊച്ചിയിൽ. അക്കാലത്തെ പൊന്നാനിയിലെ ആത്മീയ നേതൃത്വം പിതാമഹനായ അഹ്മദുൽ മഅബരിനായിരുന്നു. പൗത്രനെയും കൊണ്ട് അവർ പൊന്നാനിയിലേക്ക് പോയി. പൊന്നാനിയിൽ വെച്ച് ഔദ്യോഗിക പഠനം ആരംഭിച്ചു. ശേഷം യമൻ, ഈജിപ്ത്, അറേബ്യ തുടങ്ങി ലോകരാഷ്ട്രങ്ങളിൽ അക്കാലത്തെ പണ്ഡിതരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. പിന്നീട് അധ്യാപന വഴിയിലേക്ക് ഇറങ്ങി. പ്രൗഢമായ തൻ്റെ ദർസിലേക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറം രാജ്യങ്ങളിൽ നിന്നും വിജ്ഞാന കുതികൾ പൊന്നാനിയിലേക്ക് ഒഴുകി.
ഇന്തോനേഷ്യ, മലേഷ്യ, സിലോൺ, അറേബ്യ, ഈജിപ്ത്, സിറിയ, മക്ക, മദീന, ഷാം, ബഗ്ദാദ്, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം വിജ്ഞാനദാഹികൾ വലിയ മഖ്ദൂം തങ്ങളെ ലക്ഷ്യം വെച്ച് പൊന്നാനിയിലേക്ക് നീങ്ങി. അക്കാലത്തെ ലോകപ്രശസ്തമായ ഒരു ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയായി പൊന്നാനി പള്ളി അറിയപ്പെട്ടു. ഹിജ്റ 928 ശഅബാൻ 16 രാവിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്ന മഖ്ദൂം കബീർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. സൈനുദ്ദീൻ മഖ്ദൂം എന്ന മഖ്ദൂം കബീർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഇതോടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് സൈനുദ്ദീൻ മഖ്ദൂമിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. ആ വിഷയങ്ങളൊക്കെ കുട്ടികൾ സൗകര്യം പോലെ ചരിത്രങ്ങളൊക്കെ വായിച്ചെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഇരുലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹു തആല നമുക്ക് ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.